നാം ഒരിക്കലും ഒരു ചെടി നടുമ്പോൾ നമുക്ക് വേണ്ടി എന്ന് നാം ചെയ്യരുത്. അങ്ങനെയെങ്കിൽ നമുക്ക് മടിയുണ്ടാകും. അതേസമയം അത് മറ്റുള്ളവർക്ക് ഭൂമിക്കൊരു തണൽ എന്നുള്ള രീതിയിൽ നാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നാം കൃഷി ചെയ്യണം. ഇന്ന് പലർക്കും എന്താണ്, ഒരു ചെടി നടുമ്പോ അല്ലെങ്കിൽ എന്താണ് ഒരു വാഴ വിത്ത് കൊണ്ടുവന്നിട്ടോ അതിനേക്ക് മുളച്ചു വരുമ്പോ ഇത്ര സമയമാകും, ആ സമയത്തൊന്നും നമ്മൾ ഇവിടെ ചിലപ്പോൾ കാണണമെന്നില്ല. മനസ്സിലായോ? ഒരു വൃക്ഷം, ഒരു ചെടി നമ്മൾ നടുമ്പോൾ അതിന് വലിയ വൃക്ഷമായി അതിന്റെ കായ്കനികളൊക്കെ ലഭിക്കുന്ന സമയമാകുമ്പോൾ നമ്മളൊന്നും ഇവിടെ കാണൂലായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ഒരിക്കലും. അതുകൊണ്ടാണ് ഒരു പറയാൻ പോകുന്ന ഒരു ഹദീസാണ്, ഒരു ചരിത്രമാണ്. ആ ചരിത്രം എന്താണ്? മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. അത് കൃഷി ചെയ്യാനായിട്ട് എന്താണ് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വലിയ ഒരു സൈക്കോളജി മൂവ്മെന്റ് ആണ്. ഏതാണെന്നറിയുമോ? കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ടി എന്നുള്ള രീതി ചെയ്യരുത്. അവിടെ നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അതും എനിക്കല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മൾ അവിടെ വരുത്തേണ്ടത്. എന്തേ? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നീ ചെയ്താൽ അതിന്റെ കൂലി നിന്റെ ആഖിറത്തിലേക്ക് ലഭിക്കും. ഈ ഒരു ചരിത്രം കേട്ടോളിൻ. ഈ ഒരു ചരിത്രത്തിലൂടെ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഒരു വലിയ ഒരു പ്രോത്സാഹനമാണ്, ഒരു ഉഷാറാണ്, ഒരു ഉണർവാണ് നമുക്ക് നൽകുന്നത്. അതൊരു വലിയ സൈക്കോളജി മൂവ്മെന്റ് ആണ്. ഇത് എവിടെ നിന്നാണ് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന് ഈ പാഠം ലഭിച്ചത്? മഹാനവറുകൾ സഹാബിയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്ന് കിട്ടിയ അറിവാണിത്. ഏത്? കേട്ടോളിൻ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലൂടെ മഹാനവറുകൾ അവിടുന്ന് ഒരു ചെടി നട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനവറുകളുടെ അടുക്കലൂടെ ഒരു മനുഷ്യൻ കടന്നു പോവുകയാ. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുകയാണ്, മഹാനവറുകളോട് ചോദിക്കുകയാണ്, അബൂ ദർദാ, നിങ്ങൾ ഈ വാർദ്ധക്യം ചെന്നപ്പോഴാണോ ഈ വൃക്ഷം നിങ്ങൾ ഇങ്ങനെ നടുന്നത്, ഈ ചെടി നിങ്ങൾ നടുന്നത്? ഇതിന് വളർന്ന കായ്കനികൾ ലഭിക്കണമെങ്കിൽ ഇത്ര വർഷമാവുകയില്ലേ? ആ സമയം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമോ? നിങ്ങൾ ഇപ്പോൾ വല്ലാത്ത വാർദ്ധക്യമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അതാ ആ മനുഷ്യനോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഈ ഒരു വാക്ക് മുഅ്മിനീങ്ങളെ നമുക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഒരു ഉണർവാണ് നൽകുന്നത്, ഒരു ഉണർവാണ്, ഒരു ഉത്സാഹമാണ് നൽകുന്നത്, ഒരു സൈക്കോളജി മൂവ്മെന്റ് ആണ് പ്രിയപ്പെട്ടവരെ മാനസികപരമായിട്ട് നമുക്ക് ഉണർവ് നൽകുന്നത്. എന്താണെന്നറിയുവോ? മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ മനുഷ്യനോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഈ സഹോദരാ, ഞാൻ ഈ ചെടി നട്ടതുണ്ടല്ലോ എനിക്ക് വേണ്ടിയിട്ടല്ല, ഇതെന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ നടുന്നത്. അതായത് അവിടുന്ന് പറയുകയാണ്, എന്റെ മരണശേഷവുമുണ്ടല്ലോ ഇത് വളർന്നൊരു വൃക്ഷമായി മാറുമ്പോ, ഇതിനെ മറ്റുള്ളവർക്ക് ഇതിനെ ഉപകാരപ്പെടുത്തുമ്പോ, മറ്റുള്ളവർ ഇതിനെ ഉപകാരപ്പെടുത്തുമ്പോ അതിന്റെ പ്രതിഫലം എന്റെ ഖബറിലേക്ക് ലഭിക്കുമല്ലോ എന്ന ആഗ്രഹത്തിലാണ് ഞാൻ ചെയ്യുന്നതെന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുകയാ. ഞാനിത് നടുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ എന്തിനാണ്? ഈ ചെടി നട്ട് കഴിയുമ്പോൾ ഇത് വളർന്ന ഒരു വൃക്ഷമായി മാറുമ്പോൾ ഇതിനെ ജനങ്ങൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നുവോ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം എൻ്റെ ഖബറിലേക്ക് ലഭിക്കുമല്ലോ എന്നുള്ളൊരു കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ഒരു പ്രോത്സാഹനമാണ്, വലിയ ഒരു മാനസികമായിട്ടുള്ള ഒരു ശക്തിയാണ് ഇതിലൂടെ മഹാനവറുകളെ ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമുക്ക് കൃഷി ചെയ്യാൻ ഒരു പ്രചോദനമാണ് മുഅ്മിനീങ്ങളെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതേസമയം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നിലയ്ക്ക് നീ കൃഷി ചെയ്താൽ നിനക്ക് മടി വരികയില്ല. മാത്രമല്ല അത് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു ഉപകാരമാക്കിയിട്ട് നിന്നെ ഈ ഭൂലോകത്ത് മരിപ്പിക്കുകയുള്ളൂ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നിങ്ങൾ കഴിവതും നിങ്ങൾ കൃഷി ചെയ്യുക. കാരണം ഏറ്റവും നല്ല സമ്പാദ്യം എന്താണെന്നറിയുമോ? കേട്ടോളിൻ, അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയെ ഏറ്റവും നല്ല സമ്പാദ്യം
അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഏറ്റവും നല്ല സമ്പാദ്യം എന്തെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാ, ഒരാൾ തന്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ച്, അതായത് കൃഷികൾ ചെയ്ത് ഭക്ഷിക്കലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും നല്ല സമ്പാദ്യം അത് കൃഷി ചെയ്ത് ഭക്ഷിക്കലാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. ഇന്ന് നമ്മൾ സ്വന്തമായി നമ്മുടെ ഭവനങ്ങളില് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങി അവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഈ 21ാം നൂറ്റാണ്ടിലാണെങ്കിൽ നാം ഒന്ന് ചിന്തിക്കുക. കാരണം എത്രയോ നമുക്കൊരു വിശ്വസിച്ചിന്ന് എന്താണ് ഒരു ഫ്രൂട്ട്സ് പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ആ സമയത്താണ് ഈ സമയത്താണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തിയതെന്ന് ഓർക്കണം. എന്തേ നമ്മൾ ചിന്തിക്കണം, നിങ്ങള് ഏറ്റവും നല്ല സമ്പാദ്യം അത് കൃഷി ചെയ്ത് ഭക്ഷിക്കലാണ്. സ്വന്തം കൈകൾ കൊണ്ട് കൃഷി ചെയ്ത് ഭക്ഷിക്കലാണ് ഏറ്റവും നല്ല സമ്പാദ്യം എന്ന് പഠിപ്പിച്ച ലോകേയ ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്.